ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മെസ്സേജ് തന്നെയായിരിക്കും. 100% ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടെക് ഇൻഫോ സൊല്യൂഷൻ ബൈ ഹരി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു 3-4 ദിവസം മുമ്പേ ഒരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊരു വാർത്ത. വേറെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ്, വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. 8 വയസ്സുകാരിയായ ഒരു കുട്ടി മരിച്ചു എന്നുള്ളത്. അത് ഇനി ഇതുപോലത്തെ സംഗതികൾ ആവർത്തിക്കരുത്. മെയിനായിട്ടുള്ള പ്രശ്നം ഇത്, നമ്മളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ ആ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണം, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കാരണം ഏതാണെന്നറിയോ? അതിൻ്റെ ബാറ്ററി തന്നെയാണ്. ഒരു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൻ്റെ ബാറ്ററിയാണ് മെയിനായിട്ടുള്ള കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഷോപ്പിലേക്ക് ഒരുപാട് പേർ ഇതുപോലെ ബാറ്ററിയൊക്കെ, വീർത്ത ബാറ്ററിയൊക്കെ ആയിട്ട് ഒരുപാട് പേർ വരാറുണ്ട്. ഞാൻ അവരോട് പറയും, എന്താണ്, ഇതുപോലത്തെ ബാറ്ററി യൂസ് ചെയ്യരുത്, കാരണം ഇത് ഡേഞ്ചറാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ മനസ്സിലാക്കിച്ചിട്ട് അത് മാറ്റിപ്പിക്കും, ആ ബാറ്ററി മാറ്റിപ്പിക്കും. ഇത് പലരും ശ്രദ്ധിക്കാത്തതാണ്. ഇത് ഇപ്പോൾ ഷോപ്പിലേക്ക് വരുന്നവർക്ക് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോ ഉപകാരപ്രദമായിട്ടുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നത്. ഈ നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി എന്ന് പറയുന്നത് ശരിക്കും ഒരു ചെറിയൊരു ബോംബ് തന്നെയാണ്. അതായത് ഹീറ്റ് കൂടാൻ പാടില്ല. നമ്മൾ ഒരുപാട് ഗെയിമും മറ്റതൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ മൊബൈൽ ഹീറ്റാക്കി വെക്കാറുണ്ട്. ഞാൻ പലരോടുമായിട്ട് പറയുകയാണ്, മൊബൈൽ ഓവർ ഹീറ്റ് ആവാൻ വിടരുത്. നമ്മൾ മൊബൈൽ ഓവർ ഹീറ്റ് ആണെങ്കിൽ നമ്മളതിനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും രണ്ടാമത് ഇത് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരുപാട് ഹീറ്റായ മൊബൈൽ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബാറ്ററി വീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മാറ്റുക. അതിൽ വീണ്ടും ചാർജ് കയറ്റുമ്പോൾ അത് നിങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററി എന്ന് പറയുന്നത് ചെറിയൊരു ബോംബ് തന്നെയാണ്. പിന്നെ പലരും ഇതിൽ കുത്തിവെച്ച് തന്നെ ഫോണൊക്കെ ചെയ്യുന്ന പലരും ചെയ്യാറുണ്ട്. ഇതൊക്കെ വളരെ ഡേഞ്ചറാണ്. നമുക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം സംഭവിച്ചു പോയാൽ പിന്നെ അതിനൊരു വാക്കില്ല, മറുവാക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോൺ ചാർജിൽ കുത്തി കോളൊന്നും യൂസ് ചെയ്യരുത്. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ 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 ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ്. ശ്രദ്ധിക്കുക. ഓരോ പോയിന്റുകളും, മൈന്യൂട്ട് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതുപോലത്തെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ സ്വയം വിളിച്ചു വരുത്തുകയാണ്. പല അപകടങ്ങളെയും നമ്മൾ സ്വയം വിളിച്ചു വരുത്തുകയാണ്. പലരും പറയാറുണ്ട്, പഴക്കമുള്ള ബാറ്ററിയാണ്, 5-6 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ലെന്ന്. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇത് തന്നെ കാണുന്നില്ലേ, ലക്ഷങ്ങളിൽ അല്ലെങ്കിൽ കോടികളിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന സംഭവമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. 100 അല്ല 150% നമ്മൾ കെയർ ചെയ്യുക. ഒരുപാട് പഴകിയ ബാറ്ററികൾ പരമാവധി മാറ്റാൻ തന്നെ ശ്രമിക്കുക. എന്തിനാണ് നമുക്ക് ഒരുപാട് പഴകിയ ബാറ്ററിയൊക്കെ 4-5 വർഷമൊക്കെ യൂസ് ചെയ്ത ബാറ്ററി എന്തുകൊണ്ട് മാറ്റിക്കൂടാ? അതും നല്ല ബ്രാൻഡുള്ള ബാറ്ററി തന്നെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പക്ക ലോക്കലായിട്ട് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ സാധനം നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെല്ലുന്നത്. ഏറ്റവും വില കുറഞ്ഞ സാധനമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സുരക്ഷിതത്വം തരുന്ന ഈ ബാറ്ററിയൊക്കെ ഒരിക്കലും ഏറ്റവും വില കുറഞ്ഞ സാധനം നോക്കി വാങ്ങിക്കരുത്. അത് ഏറ്റവും സുരക്ഷിതമായിരിക്കണം, ഏറ്റവും പവർഫുൾ ആയിരിക്കണം, ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. റേറ്റ് ഈസ് നോട്ട് ദ മാറ്റർ. ഒരിക്കലും അതിൻ്റെ റേറ്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ബാറ്ററി വാങ്ങരുത്. റേറ്റായ കൂടിയാൽ പ്രശ്നമില്ല. നിങ്ങൾ ഡയറക്റ്റ് ഷോറൂമിൽ പോയിട്ട് തന്നെ വാങ്ങുക. ഷോറൂമിൽ പോയിട്ട് തന്നെ പരമാവധി വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഷോപ്പിൽ തന്നെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൂടിയ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെറും പക്ക ലോക്കൽ ബാറ്ററി ഇട്ടിട്ട് വീണ്ടും അത് ഇങ്ങനായി പറഞ്ഞിരുന്ന കാര്യമില്ല. നല്ല ക്വാളിറ്റി നോക്കി തന്നെ വാങ്ങുക. ഏറ്റവും വില കുറഞ്ഞത് വാങ്ങാട്ടി ഏറ്റവും ക്വാളിറ്റി കൂടിയത് വാങ്ങുക. ഓക്കെ, അതെ, ഈ ഒരു കാര്യം നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് വീഡിയോ ചെയ്തത്. കാരണം ഇനി ആവർത്തിക്കരുത്. ഇത് ആവർത്തിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളാണ്. ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ആവർത്തിക്കരുത്. നമ്മളുടെ അശ്രദ്ധ മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചു വന്നത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 100% ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല ടെക് വീഡിയോസുമായിട്ട് വരുന്നത് വരെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.